LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും മെയിൻ എക്സാമിന് സാധ്യതയുള്ളതുമായ നമുക്കൊരു 1000-ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഓർഡറായിട്ട് കൃത്യമായിട്ട് കാണുക. കാരണം 100% അതിനകത്ത് നിന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുക. ദേശീയ പരിസ്ഥിതി സംരക്ഷണ വികസന നയം നിലവിൽ വന്ന വർഷം 1992. ദേശീയ പരിസ്ഥിതി സംരക്ഷണ വികസന നയം നിലവിൽ വന്ന വർഷം 1992. ഭോപ്പാൽ വാതക ദുരന്തം നടന്ന വർഷം 1984. ഭോപ്പാൽ വാതക ദുരന്തം നടന്ന വർഷം 1984. മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1987. ഓർമ്മിക്കണം, മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1987. ചെർണോബിൽ ആണവ ദുരന്തം നടന്ന വർഷം 1986. ചെർണോബിൽ ആണവ ദുരന്തം നടന്ന വർഷം 1986. ഫോറസ്റ്റ് ആക്ട് പാസ്സാക്കിയ വർഷം 1980. ഓർമ്മിക്കണം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആക്ട് പാസ്സാക്കിയ വർഷം 1980. പ്രോജക്റ്റ് ടൈഗർ അല്ലെങ്കിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ അല്ലെങ്കിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന വർഷം 1986. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി നിലവിൽ വന്ന വർഷം 1992. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി നിലവിൽ വന്ന വർഷം 1992. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നിയമജ്ഞനാരാണ് PN ഭഗവതി. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നിയമജ്ഞനാരാണ് PN ഭഗവതി. മലിനീകരണ നിയന്ത്രണ ആക്ട് പാസ്സാക്കിയ വർഷം 1974. ജല മലിനീകരണ നിയന്ത്രണ ആക്ട് പാസ്സാക്കിയത് 1974. വായു മലിനീകരണ നിയന്ത്രണ ആക്ട് പാസ്സാക്കിയത് 1982. വായു മലിനീകരണ നിയന്ത്രണ ആക്ട് പാസ്സാക്കിയത് 1982. വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി സംരക്ഷണ നിയമം 1972. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. വനസംരക്ഷണ നിയമം 1980. ഓർമ്മിക്കണം, വനസംരക്ഷണ നിയമം 1980. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് 1971. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് 1971. അന്തർദേശീയ പരിസ്ഥിതി സംരക്ഷണ സംഘടന ഏതാണ്? IUCN. അന്തർദേശീയ പരിസ്ഥിതി സംരക്ഷണ സംഘടന ഏതാണ്? IUCN. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. പരിസ്ഥിതി യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ബഹുമതി ഏതാണ്? ഈക്കോ മാർക്ക്. പാരിസ്ഥിതിക അല്ലെങ്കിൽ പരിസ്ഥിതി യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ബഹുമതി ഏതാണ്? ഈക്കോ മാർക്ക്. IUCN-ന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. ഓർമ്മിക്കണം, IUCN-ന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. വനമഹോത്സവം ആരംഭിച്ച ആരാണ്? KM മുൻഷി. ഓർമ്മിക്കണം, വനമഹോത്സവം ആരംഭിച്ചാറാണ് KM മുൻഷി. വന സംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പക്ഷികളുടെ പേരിൽ അറിയപ്പെടുന്നത്? ഹരിയാന. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പക്ഷികളുടെ പേരിൽ അറിയപ്പെടുന്നത്? ഹരിയാന. ഏത് സംഘടനയാണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ പുറത്തിറക്കുന്നത്? IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? IUCN. പരിസ്ഥിതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിങ്സ് എന്ന ബുക്സ് രചിച്ചാറാണ് റേച്ചൽ കഡ്സൺ. ഓർമ്മിക്കണം, പരിസ്ഥിതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിങ്സ് എന്ന ബുക്സ് രചിച്ചാറാണ് റേച്ചൽ കഡ്സൺ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാരാണ്? മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നേതാവാരാണ്? മേധ പട്കർ. പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനമായ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനമായ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? സുന്ദർലാൽ ബഹുഗുണ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ. ഓർമ്മിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ. ലോകത്തിൽ വെള്ളക്കടുവകളുടെ ഏക മൃഗശാല ഏതാണ്? നന്ദൻകനൻ. ലോകത്തിൽ വെള്ളക്കടുവകളുള്ള ഏക മൃഗശാല ഏതാണ്? നന്ദൻകനൻ, ഭുവനേശ്വർ, ഒറീസ. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകരാണ് ഡോക്ടർ വന്ദന ശിവ. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകരാണ് ഡോക്ടർ വന്ദന ശിവ. പരിസ്ഥിതി രംഗത്തെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഗോൾഡ്മാൻ പ്രൈസ്. ഓർമ്മിക്കണം, പരിസ്ഥിതി രംഗത്തെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഗോൾഡ്മാൻ പ്രൈസ്.
സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഓർമ്മിക്കണം, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഓർമ്മിക്കണം, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ട്രോപ്പിക്കൽ ഫോറസ്ട്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂർ, മധ്യപ്രദേശ്. ട്രോപ്പിക്കൽ ഫോറസ്ട്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഞ്ചൽ. ഓർമ്മിക്കണം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഞ്ചൽ. ഓർമ്മിക്കണം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ആസ്ഥാനം അഹമ്മദാബാദ്. സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ആസ്ഥാനം എവിടെയാണ്? അഹമ്മദാബാദ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം എവിടെയാണ്? കോയമ്പത്തൂർ. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം എവിടെയാണ്? കോയമ്പത്തൂർ. ദേവമനോഹരി എന്നത് ഡാഷാണ് ഒരു കർണാടക സംഗീതരാഗം. ഓർമ്മിക്കണം, ദേവമനോഹരി എന്നത് ഡാഷാണ് ഒരു കർണാടക സംഗീതരാഗം. മൊസാർട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു? ഓർമ്മിക്കണം, സംഗീതം. മൊസാർട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു? സംഗീതം. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ്? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ്? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞനാരാണ്? രാമസ്വാമി ദീക്ഷിതർ. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞനാരാണ്? രാമസ്വാമി ദീക്ഷിതർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയുടെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഓർമ്മിക്കണം, പത്രമാധ്യമങ്ങളെയാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പത്രമാധ്യമങ്ങൾ. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. മൊബൈൽ ഫോൺ വഴി സന്ദേശങ്ങൾ അയക്കാവുന്ന SMS-ൻ്റെ മുഴുവൻ, ഓർമ്മിക്കുന്ന SMS-ൻ്റെ മുഴുവൻ ഷോർട്ട് മെസ്സേജ് സർവീസ്. സെല്ലുലാർ ഫോണിൻ്റെ പിതാവാരാണ്? മാർട്ടിൻ കൂപ്പർ. ഓർമ്മിക്കണം, സെല്ലുലാർ ഫോണിൻ്റെ പിതാവാരാണ്? മാർട്ടിൻ കൂപ്പർ. ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? CTV. ഓർമ്മിക്കണം, ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? CTV. ഇന്ത്യയിൽ ആദ്യത്തെ 70mm ഫ്യൂച്ചർ ഫിലിം ഏതാണ്? ഓർമ്മിക്കണം, എറൗണ്ട് ദി വേൾഡ്. ഇന്ത്യയിൽ ആദ്യത്തെ 70mm ഫ്യൂച്ചർ ഫിലിം ഏതാണ്? എറൗണ്ട് ദി വേൾഡ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ സിനിമാ സംവിധായകനാരാണ്? ഓർമ്മിക്കണം, ഇന്ത്യൻ സിനിമാ സംവിധായകൻ സത്യജിത്ത് റേ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ സിനിമാ സംവിധായകനാരാണ്? സത്യജിത്ത് റേ. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് രാജ് കപൂർ. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് രാജ് കപൂർ. ലോക പ്രശസ്തനായ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ രൂപകൽപ്പന ചെയ്തത് വാൾട്ട് ഡിസ്നി. ലോക പ്രശസ്തനായ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ സംവിധാനം ചെയ്ത് അതിൽ രൂപകൽപ്പന ചെയ്തത് വാൾട്ട് ഡിസ്നി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണ്? സ്വർണ്ണകമൽ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണ്? സ്വർണ്ണകമലം. സത്യജിത് റായുടെ പതേർ പാഞ്ചാലി, അപരാജിത എന്നീ സിനിമകളുടെ മൂലകഥ ആരുടേതാണ്? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. സത്യജിത് റായുടെ പതേർ പാഞ്ചാലി, അപരാജിത എന്നീ സിനിമകളുടെ മൂലകഥ ആരുടേതാണ്? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. ശബ്ദം ഉൾക്കൊണ്ട ഇന്ത്യയിൽ ആദ്യ ഫിലിം ഏതാണ്? ആലം ആര. ഓർമ്മിക്കണം, ശബ്ദം ഉൾക്കൊണ്ട ഇന്ത്യയിൽ ആദ്യ ഫിലിം ഏതാണ്? ആലം ആര. സത്യജിത് റായുടെ പതേർ പാഞ്ചാലിയിലെ മുഖ്യ വിഷയം ഏതാണ്? ദാരിദ്ര്യം. സത്യജിത് റായുടെ പതേർ പാഞ്ചാലി എന്ന ഫിലിമിലെ മുഖ്യ വിഷയം ഏതാണ്? ദാരിദ്ര്യം. ചാരുലത എന്ന സിനിമ സംവിധാനം ചെയ്താരാണ്? സത്യജിത് റേ. ചാരുലത എന്ന സിനിമ സംവിധാനം ചെയ്താരാണ്? സത്യജിത് റേ. ദൂരദർശൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? സത്യം ശിവം സുന്ദരം. ഓർമ്മിക്കണം, ദൂരദർശൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? സത്യം ശിവം സുന്ദരം. കേരളത്തിലെ ചവിട്ട് നാടകം ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? ഓർമ്മിക്കണം, പോർച്ചുഗൽ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയായിരുന്നു ചവിട്ട് നാടകം. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാന. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട MNB എന്നറിയപ്പെടുന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനത്തിന് ഹരിയാന. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർമ്മിക്കണം, സാത്രിയ. സാത്രിയ ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? ആസാം. പഴയകാലത്ത് മാപ്പിള പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? അറബി മലയാളം. പഴയകാലത്ത്
മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? അറബി, മലയാളം. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1921. ഓർമ്മിക്കണം, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1921. പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊണ്ടത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊണ്ടത് 1950 മാർച്ച് 15. ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ടത് 1951 നവംബർ 22. ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ടത് 1951 നവംബർ 22. ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1955. ICICI രൂപം കൊണ്ടത് 1955. LIC രൂപം കൊണ്ടത് 1956 സെപ്റ്റംബർ 1. ഓർമ്മിക്കണം, LIC രൂപം കൊണ്ടത് 1956 സെപ്റ്റംബർ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർമ്മിക്കണം ദേശസൽക്കരിച്ചത് 1949. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാറിയത് 1955. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാറിയത് 1955. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഓർമ്മിക്കണം, ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്സ് രചിച്ചാറാണ് ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്സ് രചിച്ചാറാണ് ദാദാബായ് നവറോജി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാരാണ്? ദാദാബായ് നവറോജി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാണ് ദാദാബായ് നവറോജി. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണറാണ് CD ദേശ്മുഖ്. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ഗവർണറാണ് CD ദേശ്മുഖ്. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 2007. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2007. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ആദ്യമായി ദേശസൽക്കരിച്ച വർഷം 1969. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഒളിവർ ഗോൾഡ് സ്മിത്ത്. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറയുന്നതാണ് ഒളിവർ ഗോൾഡ് സ്മിത്ത്. ധനതത്വശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അമർത്യ സെൻ. ഭാരതത്തിൽ 1 രൂപ മുതൽ 10 രൂപ വരെയുള്ള നോട്ടുകൾ അടിക്കുന്നത് എവിടെയാണ്? നാസിക് സെക്യൂരിറ്റി പ്രസ്, മഹാരാഷ്ട്ര. ഭാരതത്തിൽ 1 രൂപ മുതൽ 10 രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക് സെക്യൂരിറ്റി പ്രസ്, മഹാരാഷ്ട്ര. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓർമ്മിക്കണം, ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനില, ഫിലിപ്പീൻസ്. ഏഷ്യൻ വികസന ബാങ്ക് അല്ലെങ്കിൽ ADBയുടെ ആസ്ഥാനം എവിടെയാണ്? മനില, ഫിലിപ്പീൻസ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഓവൻ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഓവൻ. ഇന്ത്യയിൽ ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ്ങിൻ്റെ കാലത്ത്. IMFൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? ഇർവിൻ ഫിഷർ. IMFൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ ഇർവിൻ ഫിഷർ. ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം. ഓർമ്മിക്കണം, ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം. ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോംബെ. ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോംബെ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ഇന്ത്യയിൽ കറൻസി നോട്ട് ആദ്യമായി പ്രിന്റ് ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ഷേർഷാ സൂരിയുടെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ട് പ്രിന്റ് ചെയ്തത് ആരുടെ കാലത്ത്? ഷെർഷയുടെ കാലത്ത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മനില. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1935. ഓർമ്മിക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1935. പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു എന്ന് കമ്പോള നിയന്ത്രണം ഉണ്ടാക്കിയ സാമ്പത്തിക പണ്ഡിതനാരാണ്? JB സേ. ഓർമ്മിക്കണം, പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു എന്ന കമ്പോള നിയമം ഉണ്ടാക്കിയ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനാരാണ്? JB സേ. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്സ് രചിച്ചാറാണ് ദാദാബായ് നവറോജി. ലോകബാങ്കിൻ്റെ സഹോദര സ്ഥാപനം. ഓർമ്മിക്കണം, ലോകബാങ്കിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IMF, IDA, IFC. ഓർമ്മിക്കണം, ലോകബാങ്കിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IMF, IDA, IFC. കറൻസി ഡിവാലുവേഷൻ ആർക്കാണ് ഗുണം? കയറ്റുമതിക്കാർ. ഓർമ്മിക്കണം, കറൻസി ഡിവാലുവേഷൻ ആർക്കാണ് ഗുണം? കയറ്റുമതിക്കാർക്ക്.
ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന വിവാദ പുസ്തകം രചിച്ച സാമ്പത്തിക നോബൽ സമ്മാന ജേതാവാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന പുസ്തകം രചിച്ച സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്. ലോകബാങ്ക് രൂപം കൊണ്ടത് എവിടെ വെച്ച്? ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ വെച്ച്. ഓർമ്മിക്കണം, ലോകബാങ്ക് രൂപം കൊണ്ടത് വെച്ച് ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ വെച്ച്. ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപം കൊണ്ടത് ഏത് വർഷം? 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപം കൊണ്ടത് ഏത് വർഷം? 1978. ATMൻ്റെ മുഴുവൻ അല്ലെങ്കിൽ പൂർണ്ണ രൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓർമ്മിക്കണം, ATMൻ്റെ മുഴുവൻ രൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതാരാണ്? നബാർഡ്. ഓർമ്മിക്കണം, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതാരാണ്? നബാർഡ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് എന്തിനാണ്? കൃഷിയാണ്. ഓർമ്മിക്കണം, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് എന്തിനാണ്? കൃഷി. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് HSBC. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് HSBC. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് മുഹമ്മദ് യൂനിസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് മുഹമ്മദ് യൂനിസ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. ഓർമ്മിക്കണം, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്ന പേര് അഡീഷൻ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹീഷൻ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം അറിയപ്പെടുന്ന പേര് കൊഹീഷൻ. ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നുന്നതിനുള്ള കാരണം ഏതാണ്? പ്ലവർഷമ ബലം. ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നുന്നതിനുള്ള കാരണം പ്ലവർഷമ ബലം. ഭൗതിക വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൗതിക വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്ന പേര് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന എവിടെയാണ്? ഭൂമധ്യരേഖയിൽ. ചരടിൽ കെട്ടി കറക്കിക്കൊണ്ടിരിക്കുന്ന കല്ലിൽ നമ്മുടെ കൈ കല്ലിന്മേൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? അഭികേന്ദ്ര ബലം. ചരടിൽ കെട്ടി കറക്കിക്കൊണ്ടിരിക്കുന്ന കല്ലിൽ നമ്മുടെ കൈ കല്ലിനുമേൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? അഭികേന്ദ്ര ബലം. ഭൂമിയുടെ ആകർഷണ ബലത്തെ മറികടക്കാൻ വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം ഏതാണ്? പാലായന പ്രവേഗം. ചരടിൽ കെട്ടി കറക്കിക്കൊണ്ടിരിക്കുന്ന കല്ലിൽ നമ്മുടെ കൈ കല്ലിനുമേൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? അഭികേന്ദ്ര ബലം. ഭൂമിയുടെ ആകർഷണ ബലത്തെ മറികടക്കാൻ വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം ഏതാണ്? പാലായന പ്രവേഗം. മോട്ടോർ വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെയും ഹൈഡ്രോളിക് ജാക്കിൻ്റെയും പ്രവർത്തന തത്വം അറിയപ്പെടുന്നത് പാസ്കൽ നിയമം. മോട്ടോർ വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെയും ഹൈഡ്രോളിക് ജാക്കിൻ്റെയും പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? പ്ലവർഷമ ബലം. ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? പ്ലവർഷമ ബലം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവർഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന തത്വം ഏതാണ്? ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തു അനുഭവപ്പെടുന്ന പ്ലവർഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യം എന്ന തത്വം ഏതാണ്? ആർക്കിമിഡീസ് തത്വം. അവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഇത് ഏത് നിയമമാണ്? പാസ്കൽ നിയമം. നിശ്ചലാവസ്ഥയിലുള്ള ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഏത് നിയമമാണ്? പാസ്കൽ നിയമം. ഭൂമിയിലെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം എവിടെയാണ്? സൂര്യൻ. ഭൂമിയിലെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം എവിടെയാണ്? സൂര്യൻ. E=mc² എന്ന പ്രസിദ്ധമായ ഊർജ്ജ സമവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. E=mc² എന്ന പ്രസിദ്ധമായ ഊർജ്ജ സമവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? സൗരോർജ്ജം. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? സൗരോർജ്ജം. സൂര്യപ്രകാശം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? സോളാർ സെൽ. സൂര്യപ്രകാശം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? സോളാർ സെൽ. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാണ് തോമസ് യങ്. ഓർമ്മിക്കണം, ഊർജ്ജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് തോമസ് യങ്. ഭൂമിക്കുള്ളിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഊർജ്ജം ഏതാണ്? ജിയോ തെർമൽ ഊർജ്ജം. ഭൂമിക്കുള്ളിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഊർജ്ജം ഏതാണ്? ജിയോ തെർമൽ ഊർജ്ജം. ഭൂമിയുടെ അടിയിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ജിയോ തെർമൽ ഊർജ്ജം. ഭൂമിയുടെ അടിയിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജത്തെ വിളിക്കുന്നത് ജിയോ തെർമൽ ഊർജ്ജം. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓർമ്മിക്കണം, ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഏത് തരം ഊർജ്ജമാണ് അനുഭവപ്പെടുന്നത്? സ്ഥിതികോർജ്ജം.
ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഏത് തരം ഊർജ്ജമാണുള്ളത്? സ്ഥിതികോർജ്ജം. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? മാക്സ് പ്ലാങ്ക്. ഓർമ്മിക്കണം, ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് മാക്സ് പ്ലാങ്ക്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചാണ് ഹെൻറി ബെക്കറൽ. ഓർമ്മിക്കണം, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചാണ് ഹെൻറി ബെക്കറൽ. എക്സ്റേ കിരണം കണ്ടുപിടിച്ചാണ് റോങ്ചൻ. ഓർമ്മിക്കണം, എക്സ്റേ കിരണം കണ്ടെത്തിയാണ് റോങ്ചൻ. പ്ലവനതത്വം ഉത്തോലക നിയമം ആവിഷ്കരിച്ചാണ് ആർക്കിമിഡീസ്. ഓർമ്മിക്കണം, പ്ലവനതത്വം ഉത്തോലക നിയമം ആവിഷ്കരിച്ചാണ് ആർക്കിമിഡീസ്. പ്രകാശത്തിൻ്റെ പ്രവേഗം കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. ഓർമ്മിക്കണം, പ്രകാശത്തിൻ്റെ പ്രവേഗം കണ്ടെത്തിയതാണ് ലിയോൺ ഫുക്കാൾട്ട്. തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഓർമ്മിക്കണം, തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയതാണ് ഹെൻറിച്ച് ഹെഡ്സ്. ഓർമ്മിക്കണം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയതാണ് ഹെൻറിച്ച് ഹെഡ്സ്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയതാണ് മൈക്കിൾ ഫാരഡെ. ഓർമ്മിക്കേണ്ടത്, വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയതാണ് മൈക്കിൾ ഫാരഡെ. ആർക്കിമിഡീസ് തത്വം ആവിഷ്കരിച്ചാണ് ആർക്കിമിഡീസ്. ഓർമ്മിക്കണം, ആർക്കിമിഡീസ് തത്വം ആവിഷ്കരിച്ചാണ് ആർക്കിമിഡീസ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് ജോൺ ഡാൾട്ടൺ. ഓർമ്മിക്കണം, അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചാണ് ജോൺ ഡാൾട്ടൺ. ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവാ എഡിസൺ. ഓർമ്മിക്കേണ്ടത്, ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവാ എഡിസൺ. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ്? തോമസ് ആൽവാ എഡിസൺ. ഓർമ്മിക്കേണ്ടത്, മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന തോമസ് ആൽവാ എഡിസൺ. മുകളിലോട്ട് ഇറങ്ങിയ ഒരു കല്ല് താഴേക്ക് വരുന്നതിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. മുകളിലോട്ടിട്ട കല്ല് താഴേക്ക് വരുന്നതിന് കാരണമായ ശാസ്ത്രം കണ്ടെത്തിയാണ് ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതാരാണ്? ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാണ് ഐസക് ന്യൂട്ടൺ. ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടെത്തിയാണ് ആൽഫ്രഡ് നോബൽ. ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിസ്. ഓർമ്മിക്കേണ്ടത്, താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിസ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. ഓർമ്മിക്കണം, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. ഓർമ്മിക്കണം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. ക്രിസ്റ്റലുകളെക്കുറിച്ചുള്ള പഠനം ക്രിസ്റ്റലോഗ്രാഫി. ക്രിസ്റ്റലുകളെക്കുറിച്ചുള്ള പഠനം ക്രിസ്റ്റലോഗ്രാഫി. വൈദ്യുത കാന്തിക ബലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമേതാണ്? ഇലക്ട്രോ ഡൈനാമിക്സ്. വൈദ്യുത കാന്തിക ബലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഇലക്ട്രോ ഡൈനാമിക്സ്. വൈദ്യുത പ്രവാഹം അളക്കുന്ന ഉപകരണമേതാണ്? അമീറ്റർ. വൈദ്യുത പ്രവാഹം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? അമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ബാരോമീറ്റർ. താപം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? കലോറിമീറ്റർ. താപം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? കലോറിമീറ്റർ. വായുവിൻ്റെ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? മാനോമീറ്റർ. വായുവിൻ്റെ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? മാനോമീറ്റർ. ദിശ അറിയുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ്? കോമ്പസ്. ദിശ അറിയുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ്? കോമ്പസ്. ഉയരം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ഓൾട്ടിമീറ്റർ. ഓർമ്മിക്കണം, ഉയരം അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? അൾട്ടിമീറ്റർ. വൈദ്യുതി അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ഗാൽവനോമീറ്റർ. വൈദ്യുതി അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ഗാൽവനോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? ലാക്ടോമീറ്റർ. ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമേതാണ്? പൈറോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. മഴയുടെ തോത് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? യൂഡോമീറ്റർ. മഴയുടെ തോത് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? യൂഡോമീറ്റർ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സോണോമീറ്റർ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സോണോമീറ്റർ. വെള്ളത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. വെള്ളത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പ്. ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പ്. നിരപ്പുള്ളതും ലംബമുള്ളതുമായ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തിയോഡോലൈറ്റ്. നിരപ്പുള്ളതും ലംബമായതുമായ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തിയോഡോലൈറ്റ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ജലാംശം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ജലാംശം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ.
ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? ബോളോമീറ്റർ. ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? ബോളോമീറ്റർ. ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. വൈദ്യുതിയുടെ ദിശ മാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കമ്മ്യൂട്ടേറ്റർ. വൈദ്യുതിയുടെ ദിശ മാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കമ്മ്യൂട്ടേറ്റർ. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. അന്തർവാഹിനികളിൽ ഇരുന്ന് ജലോപരിതലത്തിലെ കാഴ്ച കാണുന്ന ഉപകരണം ഏതാണ്? പെരിസ്കോപ്പ്. അന്തർവാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ കാഴ്ച കാണുന്ന ഉപകരണം ഏതാണ്? പെരിസ്കോപ്പ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ടെലിസ്കോപ്പ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ടെലിസ്കോപ്പ്. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഫോണോമീറ്റർ. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഫോണോമീറ്റർ. വാഹനങ്ങൾ ഓടിയ ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ. വാഹനങ്ങൾ ഓടിയ ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ. ജലവൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ടാമീറ്റർ. ജലവൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ടാമീറ്റർ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കോണീയ ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സെക്സ്റ്റന്റ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കോണീയ ദൂരം അളക്കുന്ന ഉപകരണം ഏതാണ്? സെക്സ്റ്റന്റ്. വികിരണത്തിൻ്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആക്ടിനോമീറ്റർ. വികിരണത്തിൻ്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആക്ടിനോമീറ്റർ. കപ്പലുകളിൽ കൃത്യസമയം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ക്രോണോമീറ്റർ. കപ്പലുകളിൽ കൃത്യസമയം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ക്രോണോമീറ്റർ. ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. ലായനിയിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സക്കാരിമീറ്റർ. ലായനിയിലെ പഞ്ചസാരയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സക്കാരിമീറ്റർ. എ സിയെ ഡി സി ആക്കുന്നത് റെക്ടിഫയർ. ഓർമ്മിക്കണം, എ സിയെ ഡി സി ആക്കുന്നത് റെക്ടിഫയറും ഡി സിയെ എ സി ആക്കുന്നത് ഓസിലേറ്റർ. എ സിയെ ഡി സി ആക്കുന്നത് റെക്ടിഫയർ, ഡി സിയെ എ സി ആക്കുന്നത് ഓസിലേറ്റർ. മഞ്ഞുപാളികളുടെ കനം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? എക്കോ സൗണ്ടർ. മഞ്ഞുപാളികളുടെ കനം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? എക്കോ സൗണ്ടർ. ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഓവൻ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറുന്നു. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഓവൻ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറുന്നു. മിക്സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മിക്സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സോളാർ സെൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ സെൽ പ്രകാശോർജ്ജം വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് അയൺ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് അയൺ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ടോർച്ച് സെൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ടോർച്ച് സെൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ന്യൂക്ലിയർ റിയാക്ടർ അറ്റോമിക് ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ന്യൂക്ലിയർ റിയാക്ടർ അറ്റോമിക് ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം ഏതാണ്? സൂപ്പർസോണിക് വിമാനം. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം ഏതാണ്? സൂപ്പർസോണിക് വിമാനം. സാധാരണ ഊഷ്മാവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. സാധാരണ ഊഷ്മാവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബലിന് മുകളിലാണ്? 90. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബലിന് മുകളിലാണ്? 90 ഡെസിബൽ. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത അളക്കുന്ന തോത് ഏതാണ്? മാക് നമ്പർ. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത അളക്കുന്ന തോത് ഏതാണ്? മാക് നമ്പർ. ശബ്ദത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പ്. ശബ്ദത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പ്. 0 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ വായു ശബ്ദത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 333 മീറ്റർ പെർ സെക്കൻഡ്. 0 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 333 മീറ്റർ പെർ സെക്കൻഡ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? അൾട്രാസോണിക് സൗണ്ട്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് അൾട്രാസോണിക് സൗണ്ട്. 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക് സൗണ്ട്.
20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക് സൗണ്ട്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് ഹൗളിംഗ് മങ്കി. ഓർമ്മിക്കണം, ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് ഹൗളിംഗ് മങ്കി. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. ഓർമ്മിക്കണം, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഏതാണ്? ഫോട്ടോൺ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഏതാണ്? ഫോട്ടോൺ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണ്? ശൂന്യത. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണ്? ശൂന്യത. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ദൂരം. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ദൂരം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വജ്രം. ടി വിയിൽ വീഡിയോ സിഗ്നലുകളെ ചിത്രങ്ങളാക്കാൻ മാറ്റുന്നത് പിക്ചർ ട്യൂബ്. ടി വിയിൽ വീഡിയോ സിഗ്നലുകളെ ചിത്രങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഭാഗം ഏതാണ്? പിക്ചർ ട്യൂബ്. തരംഗ സിദ്ധാന്തവും കണികാ സിദ്ധാന്തവും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പ്രകാശം. തരംഗ സിദ്ധാന്തവും കണികാ സിദ്ധാന്തവും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പ്രകാശം. പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ്. സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ്. സൂര്യപ്രകാശത്തിലെ 7 കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാകുമ്പോൾ സഹായിക്കുന്നത്? ഇൻഫ്രാറെഡ്. സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കുമ്പോൾ സഹായിക്കുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തെ വൈദ്യുതിയായി മാറ്റുന്നതിനുള്ള ആവശ്യമായ മൂലകം ഏതാണ്? സിലിക്കൺ. സൂര്യപ്രകാശത്തെ വൈദ്യുതിയായി മാറ്റുന്നതിന് ആവശ്യമായ മൂലകം ഏതാണ്? സിലിക്കൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ടോക്കിയോൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമേതാണ്? ടോക്കിയൻ. ടാക്കിയോണുകളെ കണ്ടെത്തിയതാരാണ്? ECG സുദർശൻ. ഓർമ്മിക്കണം, ടാക്കിയോണുകളെ കണ്ടെത്തിയതാരാണ്? ECG സുദർശൻ. രാമൻ ഇഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. ഓർമ്മിക്കണം, രാമൻ ഇഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. CV രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ വർഷം 1928. CV രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ വർഷം 1928. മരീചിക ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഡേഷ് മൂലമാണ്? അപവർത്തനം. മരീചിക ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ റേഡിയേഷൻ മൂലമാണ് അപവർത്തനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനം. ഓർമ്മിക്കണം, വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനം. ലേസർ കണ്ടെത്തിയാരാണ്? തിയോഡർ മെയ്മൻ. ലേസർ കണ്ടെത്തിയാരാണ്? തിയോഡർ മെയ്മൻ. ആഴക്കടലിൻ്റെ നീലിമയ്ക്ക് ആദ്യമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? CV രാമൻ. ആഴക്കടലിൻ്റെ നീലിമയ്ക്ക് ആദ്യമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? CV രാമൻ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണെന്ന് ആദ്യമായി കണ്ടെത്തിയതാരാണ്? ജെയിംസ് മാക്സ്വെൽ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണെന്ന് ആദ്യം കണ്ടെത്തിയതാരാണ്? ജെയിംസ് മാക്സ്വെൽ. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? വജ്രത്തിലൂടെ. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? വജ്രം. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? പ്രകീർണനം, അപവർത്തനം. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? പ്രകീർണനം, അപവർത്തനം. പ്രകാശത്തിൻ്റെ ശൂന്യതയിൽ ഏറ്റവും കൂടുതൽ പ്രവേഗം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്? ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശത്തിന് ശൂന്യതയിൽ ഏറ്റവും കൂടുതൽ പ്രവേഗം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്? ലിയോൺ ഫുക്കാൾട്ട്. ഒരു ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ ഏത് തരത്തിലുള്ള പ്രകാശമായിരിക്കും? അൾട്രാ വയലറ്റ് പ്രകാശം. ഒരു ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ ഏത് തരത്തിലുള്ള പ്രകാശമായിരിക്കും? അൾട്രാ വയലറ്റ് കിരണം. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയതാരാണ്? ഹെൻറിച്ച് ഹെഡ്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ്. പ്രകാശത്തിൻ്റെ പ്രവേഗം ആദ്യമായി അളന്നതാരാണ്? റോമർ. പ്രകാശത്തിൻ്റെ പ്രവേഗം ആദ്യമായി അളന്നതാരാണ്? റോമർ. വെള്ളത്തിൽ വച്ചിരിക്കുന്ന വടി വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിന് കാരണം? അപവർത്തനം. വെള്ളത്തിൽ വച്ചിരിക്കുന്ന വടി വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിന് കാരണം? അപവർത്തനം. ഒരു ചുവന്ന പുഷ്പം നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. ഒരു ചുവന്ന പുഷ്പം നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. ഫോട്ടോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചാണ്? ഗിൽബർട്ട് ലൂയിസ്. ഫോട്ടോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചാണ്? ഗിൽബർട്ട് ലൂയിസ്. പ്രകാശത്തിൻ്റെ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. കോഡ് പോലെ പനിച്ച എന്ന് ഓർമ്മിച്ചോണം. പച്ച, നീല, ചുവപ്പ്. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതാണ്? പച്ച, നീല, ചുവപ്പ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ നിറങ്ങൾ ഏതൊക്കെയാണ്? നീലയും ചുവപ്പും. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ നിറങ്ങൾ നീല, ചുവപ്പ്. സൂര്യനിൽ നിന്നും പ്രകാശഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 8.3 സെക്കൻഡ്. ഓർമ്മിക്കണം, 8.20 സെക്കൻഡിൽ 500 സെക്കൻഡ്. സൂര്യപ്രകാശ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡിൽ 8.33 മിനിറ്റ്. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ഓർമ്മിക്കണം, കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ആഴക്കടലിന് നീലനിറം ഉണ്ടായിരിക്കുന്ന പ്രകാശത്തിൻ്റെ ഡേഷ് പ്രതിഭാസമാണ്? വിസരണം. ആഴക്കടലിന് നീലനിറം ഉണ്ടായിരിക്കുന്നത് പ്രകാശത്തിൻ്റെ ഡേഷ് മൂലമാണ്? വിസരണം.
ഒരു ഇരുട്ട് മുറിയിൽ ചുവന്ന ഗ്ലാസ് ചൂടാക്കിയാൽ ഗ്ലാസ് ഏത് നിറത്തിൽ കാണപ്പെടും? പച്ച. ഒരു ഇരുട്ട് മുറിയിൽ ചുവന്ന ഗ്ലാസ് ചൂടാക്കിയാൽ ഗ്ലാസ് ഏത് നിറത്തിൽ കാണപ്പെടും? പച്ച. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണവും നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉയരത്തിൽ കാണുന്നതിനും കാരണം ഡേഷാണ് അപവർത്തനം. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണവും നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉയരത്തിൽ കാണുന്നതും കാരണം ഡേഷാണ് അപവർത്തനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം ഡേഷാണ് സമ്പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം ഡേഷാണ് സമ്പൂർണ്ണ ആന്തരിക പ്രതിഫലനം. വൈദ്യുതിയുടെ പിതാവാരാണ്? മൈക്കിൾ ഫാരഡെ. ഓർമ്മിക്കണം, വൈദ്യുതിയുടെ പിതാവാരാണ് മൈക്കിൾ ഫാരഡെ. വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന ഏറ്റവും നല്ല ചാലകം ഏതാണ്? വെള്ളി. വൈദ്യുതി കടത്തിവിടുന്ന ഏറ്റവും നല്ല ചാലകം ഏതാണ്? വെള്ളി. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ആംപ്ലിഫയർ. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ആംപ്ലിഫയർ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയാണ് മൈക്കിൾ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയാണ് മൈക്കിൾ ഫാരഡെ. നേരിയ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അളക്കുവാൻ അല്ലെങ്കിൽ അറിയുവാനുള്ള ഉപകരണം ഏതാണ്? ഗാൽവനോസ്കോപ്പ്. നേരിയ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? ഗാൽവനോസ്കോപ്പ്. വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അറിയാനുള്ള ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് അറിയാനുള്ള ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് എത്ര വോൾട്ട് സപ്ലൈയാണ് നൽകുന്നത്? 230 വോൾട്ട്സ്. സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് എത്ര വോൾട്ട് സപ്ലൈയാണ് നൽകുന്നത്? 230 വോൾട്ട്സ്. ആദ്യമായി വൈദ്യുത രാസ സെൽ നിർമ്മിച്ചതാണ് അലക്സാണ്ട്ര വോൾട്ട. ആദ്യമായി വൈദ്യുത രാസ സെൽ നിർമ്മിച്ചതാണ് അലക്സാണ്ട്ര വോൾട്ട. വൈദ്യുതിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് കുചാലകങ്ങൾ. ഓർമ്മിക്കണം, വൈദ്യുതിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് കുചാലകങ്ങൾ. വൈദ്യുതി അളക്കുന്ന വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട്. ഓർമ്മിക്കണം, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ. വോൾട്ടത ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ. വോൾട്ടത ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ട് എത്രയാണ്? 1.5 വോൾട്ട്. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ട് എത്രയാണ്? 1.5 വോൾട്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ്. താപനില അളക്കുന്നതിനുള്ള സ്കെയിലുകൾ ഏതൊക്കെയാണ്? സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഉരുകുന്നത് എത്ര ഡിഗ്രിയിലാണ്? 0 ഡിഗ്രി. എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ജലം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ്. എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. സാധാരണ മനുഷ്യൻ്റെ ശരീരോഷ്മാവ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഓർമ്മിക്കണം, ഫാരൻഹീറ്റ് ആണെങ്കിൽ 98.4. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാണ്? ജലം. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാണ്? ജലം. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചതാണ് എഡ്വേർഡ് ടെല്ലർ. ഓർമ്മിക്കണം, ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചതാണ് എഡ്വേർഡ് ടെല്ലർ. വൈദ്യുത ബൾബ് കണ്ടെത്തിയതാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ് കണ്ടെത്തിയതാണ് തോമസ് ആൽവ എഡിസൺ. ക്രോണോമീറ്റർ കണ്ടെത്തിയതാണ് ജോൺ ഹാരിസൺ. ക്രോണോമീറ്റർ കണ്ടെത്തിയതാണ് ജോൺ ഹാരിസൺ. ബാരോമീറ്റർ കണ്ടുപിടിച്ചതാണ് ടോറിസെല്ലി. ബാരോമീറ്റർ കണ്ടുപിടിച്ചതാണ് ടോറിസെല്ലി. ഡൈനാമോ കണ്ടുപിടിച്ചതാണ് മൈക്കിൾ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ചതാണ് മൈക്കിൾ ഫാരഡെ. ടെലഫോൺ കണ്ടുപിടിച്ചതാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലഫോൺ കണ്ടുപിടിച്ചാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. വൈദ്യുത ബാറ്ററി കണ്ടെത്തിയാണ് അലക്സാണ്ട്ര വോൾട്ട. വൈദ്യുത ബാറ്ററി കണ്ടെത്തിയാണ് അലക്സാണ്ട്ര വോൾട്ട. റെഫ്രിജറേറ്റർ കണ്ടെത്തിയാണ് ജെ ഹാരിസൺ. ഓർമ്മിക്കണം, റെഫ്രിജറേറ്റർ കണ്ടെത്തിയാണ് ജെ ഹാരിസൺ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചതാണ് തോമസ് ആൽവ എഡിസൺ. ഓർമ്മിക്കണം, ഗ്രാമഫോൺ കണ്ടുപിടിച്ചതാണ് തോമസ് ആൽവ എഡിസൺ. തെർമോമീറ്റർ കണ്ടെത്തിയാണ് ഫാരൻഹീറ്റ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചാണ് ഫാരൻഹീറ്റ്. ലേസർ കണ്ടെത്തിയതാണ് തിയോഡർ മെയ്മാൻ. ലേസർ കണ്ടെത്തിയതാണ് തിയോഡർ മെയ്മാൻ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാണ് ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാണ് ഹെൻറി ബെക്കറൽ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ദ്രവ ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ദ്രവ ഹൈഡ്രജൻ. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് പൂർണ്ണമായി ഉരുകുമ്പോൾ ജലനിരപ്പ് ഡാഷാകുന്നു, വ്യത്യാസപ്പെടുന്നില്ല. ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് പൂർണ്ണമായും ഉരുകുമ്പോൾ ജലനിരപ്പ് ഡാഷ് സംഭവിക്കുന്നു, വ്യത്യാസപ്പെടുന്നില്ല. മഞ്ഞുരുകുന്നത് ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റം. മഞ്ഞുരുകുന്നത് ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റം. പരീക്ഷണങ്ങൾക്കായി പിസയിലെ ചരിഞ്ഞ ഗോപുരത്തെ ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ. പരീക്ഷണങ്ങൾക്കായി പിസയിലെ ചരിഞ്ഞ ഗോപുരം ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ്.
കെൽവിൻ സ്കെയിലിൽ ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 273.15 കെൽവിൻ. കെൽവിൻ സ്കെയിലിൽ ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 273.15 കെൽവിൻ. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ഭാഗം ഏതാണ്? ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇലക്ട്രോണിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ഭാഗം ഏതാണ്? ട്രാൻസിസ്റ്റർ. വേനൽക്കാലങ്ങളിൽ ക്ലോക്കിലെ സമയം വേഗത്തിലാകുന്നു. ഓർമ്മിക്കണം, വേനൽക്കാലങ്ങളിൽ ക്ലോക്കിലെ സമയം ഡാഷ് ആകുന്നു, വേഗത്തിലാകുന്നു. സ്പ്രിംഗ് ത്രാസ് ഏത് തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഹൂക്സ് നിയമം. സ്പ്രിംഗ് ത്രാസ് പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിൽ അധിഷ്ഠിതമാണ്? ഹൂക്സ് നിയമം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തിലുള്ള നേരിട്ടുള്ള പ്രയോഗമാണ്? പാസ്കൽ നിയമം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തിലുള്ള നേരിട്ടുള്ള പ്രയോഗമാണ്? പാസ്കൽ നിയമം. ജഡത്വം എന്ന ആശയം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഐസക് ന്യൂട്ടൺ. ജഡത്വം എന്ന ആശയം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഐസക് ന്യൂട്ടൺ. തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. വെള്ളം ഐസാക്കുന്നത് എത്ര ഡിഗ്രി താപനിലയിലാണ്? 0 ഡിഗ്രി. വെള്ളം ഐസാക്കുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യുന്ന പദാർത്ഥം ഏതാണ്? ഗ്ലാസ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യുന്ന പദാർത്ഥം ഏതാണ്? ഗ്ലാസ്. ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മൂലകം ഏതാണ്? ഹീലിയം. ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മൂലകം ഏതാണ്? ഹീലിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൗര അല്ലെങ്കിൽ സൂര്യ സ്പെക്ട്രത്തിൽ എത്ര നിറങ്ങളുണ്ട്? 7. സൗര സ്പെക്ട്രത്തിൽ എത്ര നിറങ്ങളുണ്ട്? 7. സൂര്യൻ്റെ 1.44 മടങ്ങ് മാസിൽ കുറവുള്ള നക്ഷത്രങ്ങളാണ് വെള്ളക്കുള്ളന്മാരായി മാറുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. സൂര്യൻ്റെ 1.44 മടങ്ങ് മാസിൽ കുറവുള്ള നക്ഷത്രങ്ങളാണ് വെള്ളക്കുള്ളന്മാരായി മാറുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. പദാർത്ഥങ്ങളുടെ താപനില താഴ്ത്തി വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രതിഭാസത്തെ ഡാഷ് എന്ന് പറയുന്നു? അതിചാലകത. പദാർത്ഥങ്ങളുടെ താപനില താഴ്ത്തി വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിചാലകത. വാച്ചിൻ്റെ കോഴ്സ് ക്രിസ്റ്റൽ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? പെസോ ഇലക്ട്രിസിറ്റി. വാച്ചിൻ്റെ കോഴ്സ് ക്രിസ്റ്റൽ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? പെസോ ഇലക്ട്രിസിറ്റി. ആണവോർജ ഉൽപ്പാദനത്തോടൊപ്പം ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് ബ്രീഡർ റിയാക്ടർ. ആണവോർജ ഉൽപ്പാദനത്തോടൊപ്പം ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ബ്രീഡർ റിയാക്ടർ. വൈദ്യുതകാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത ബെൽ. വൈദ്യുതകാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത ബെൽ. വെള്ളം ഘനീഭവിക്കാൻ എന്നാണ് വ്യാപ്തം എത്രയാണ്? വർദ്ധിക്കുന്നു. വെള്ളം ഘനീഭവിക്കുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. ഓർമ്മിക്കണം, രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. വൈദ്യുത ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? വൈദ്യുത കാന്തിക പ്രേരണം. വൈദ്യുത ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? വൈദ്യുത കാന്തിക പ്രേരണം. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്ന് വാദിച്ചത് അല്ലെങ്കിൽ സിദ്ധാന്തിച്ചതാരാണ്? തോമസ് യങ്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്ന് വാദിച്ചതാണ് തോമസ് യങ്. ന്യൂട്രോണുകളില്ലാത്ത ഒരേ ഒരു മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ന്യൂട്രോണുകളില്ലാത്ത ഒരേ ഒരു മൂലകം ഏതാണ്? ഹൈഡ്രജൻ. വെള്ളത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 1. വെള്ളത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 1. സൂര്യകിരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡേഷാണ് താപത്തിന് കാരണം? ഇൻഫ്രാറെഡ്. സൂര്യകിരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡേഷാണ് താപത്തിന് കാരണം? ഇൻഫ്രാറെഡ്. ആദ്യമായി ആറ്റത്തെ വിഘടിച്ചതാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആദ്യമായി ആറ്റത്തെ വിഘടിച്ചതാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ? അമേരിക്ക. ഏറ്റവും കൂടുതൽ വൈദ്യുതി ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ഏറ്റവും സാധാരണ ന്യൂക്ലിയർ റിയാക്ടർ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? യുറേനിയം, പ്ലൂട്ടോണിയം. ഓർമ്മിക്കണം, ഏറ്റവും സാധാരണയായ ന്യൂക്ലിയർ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? യുറേനിയം 235 എന്നറിയപ്പെടുന്ന എൻറിച്ച്ഡ് യുറേനിയം, പ്ലൂട്ടോണിയം 239. റിബൺ കത്തുന്നത്, ഇന്ധനം കത്തുന്നത്, പാല് തൈരാവുന്നത്, വിത്തിൽ നിന്ന് തൈ ഉണ്ടാവുന്നത് ഏത് മാറ്റമാണ്? രാസമാറ്റം. മെഗ്നീഷ്യം റിബൺ കത്തുന്നത്, ഇന്ധനം കത്തുന്നത്, പാല് തൈരാകുന്നത്, വിത്തിൽ നിന്ന് തൈ ഉണ്ടാകുന്നത് ഏത് മാറ്റം? രാസമാറ്റം. മെഴുകുരുകുന്നത്, പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, സൂചിക്ക് കാന്തികത കൈവരിക്കുന്നത് ഏത് മാറ്റം? ഭൗതിക മാറ്റം. കാന്തശക്തി വൈദ്യുത ശക്തി ആക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഓർമ്മിക്കണം, കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡെ. കാന്തശക്തി വൈദ്യുത ശക്തി ആക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? മൈക്കിൾ ഫാരഡെ. ഫ്യൂസ് കമ്പിയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹ മിശ്രിതം ഏതാണ്? ടിന്നും ലെഡും. ഫ്യൂസ് കമ്പിയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹ മിശ്രിതം ഏതാണ്? ടിന്നും ലെഡും. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പ്.
തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ടാണ്? ലീനതാപം കൂടുതലായതിനാൽ. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം എന്താണ്? പാറക്കഷ്ണങ്ങൾ നിറച്ച ഒരു ബോട്ടിൽ നിന്ന് അത് നിൽക്കുന്ന കുളത്തിലേക്ക് ബോട്ടിലുള്ള പാറക്കഷ്ണങ്ങളിട്ടാൽ ജലനിരപ്പ് ഡാഷ് വ്യതിയാനം വരുന്നില്ല. പാറക്കഷ്ണങ്ങൾ നിറച്ച ഒരു ബോട്ടിലിൽ നിന്ന് അത് നിൽക്കുന്ന കുളത്തിലേക്ക് ബോട്ടിലുള്ള പാറക്കഷ്ണങ്ങളിട്ടാൽ ജലനിരപ്പ് ഡാഷ് ആകുന്നു, വ്യതിയാനം മാറുന്നില്ല. ഒരു 60 വാട്ട്സ് ബൾബും ഒരു 100 വാട്ട്സ് ബൾബും ശ്രേണിയിൽ അല്ലെങ്കിൽ സീരീസിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബിനാണ് കൂടുതൽ പ്രകാശം? 60 വാട്ട്സ്. കടലിൻ്റെ ആഴമളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എത്ര അടിയാണ്? 6 അടി. കടലിൻ്റെ ആഴളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എത്ര അടിയാണ്? 6 അടി. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാൻ. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാൻ. ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓർമ്മിക്കണം, അന്തരീക്ഷമർദ്ദം. ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം. ഗ്രാമഫോൺ കണ്ടുപിടിച്ചതാരാണ്? തോമസ് ആൽവ എഡിസൺ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചതാരാണ്? തോമസ് ആൽവ എഡിസൺ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ഡൈനാമോ കണ്ടുപിടിച്ചതാരാണ്? മൈക്കിൾ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ചതാണ് മൈക്കിൾ ഫാരഡെ. ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ട്? ബൾബിലെ ഫിലമെൻറ്റ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കണം. ഓർമ്മിക്കണം, ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ട്? ബൾബിലെ ഫിലമെൻറ്റ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കും. ദ്രാവകങ്ങളുടെ കൊതനാന്തം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. ദ്രാവകങ്ങളുടെ കൊതനാന്തം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചതാരാണ്? ഹൊറൈസ് ഷോർട്ട്. ലൗഡ് സ്പീക്കർ കണ്ടെത്തിയതാണ് ഹൊറൈസ് ഷോർട്ട്. ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? കോൺകേവ്. ദൂരെയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ സാധനങ്ങളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? കോൺകേവ്. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതാരാണ്? ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങളാണെന്ന് കണ്ടെത്തിയതാണ് ഐസക് ന്യൂട്ടൺ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഹെൻറി ബെക്കറൽ. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ്? ആൾട്ടിമീറ്റർ. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ്? ആൾട്ടിമീറ്റർ. ആറ്റം ബോംബ് കണ്ടെത്തിയതാരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബ് കണ്ടെത്തിയതാണ് റോബർട്ട് ഓപ്പൺഹൈമർ. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ഡൈൻ. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ഡൈൻ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ. ഓർമ്മിക്കണം, മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ. പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? വാട്ട്. ഓർമ്മിക്കണം, പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? വാട്ട്. താപത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? കലോറി. ഓർമ്മിക്കണം, താപത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? കലോറി. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. ഓർമ്മിക്കണം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളും എർഗും. ചാലകതയുടെ യൂണിറ്റ് ഏതാണ്? സീമൻസ്. ഓർമ്മിക്കണം, ചാലകതയുടെ യൂണിറ്റ് ഏതാണ്? സീമൻസ്. പ്രേരകത്വത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഹെൻറി. ഓർമ്മിക്കണം, പ്രേരകത്വത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഹെൻറി. വൈദ്യുതിയുടെ യൂണിറ്റ് ഏതാണ്? ആംബിയർ. ഓർമ്മിക്കണം, വൈദ്യുതിയുടെ യൂണിറ്റ് ഏതാണ്? ആംബിയർ. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഫാരൻ. ഓർമ്മിക്കണം, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഫാരൻ. പ്രകാശ തീവ്രത അളക്കുന്നത് ലാംബർട്ട്. ഓർമ്മിക്കണം, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ലാംബർട്ട്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ലാംബർട്ട്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാണ്ടില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാണ്ടില. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളം. ഓർമ്മിക്കണം, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളം. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ഓർമ്മിക്കണം, ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ആങ്സ്ട്രം. ഓർമ്മിക്കണം, തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ആങ്സ്ട്രം. കപ്പലിൻ്റെ വേഗത അളക്കുന്നത് ഉപയോഗിക്കുന്നതാണ്? നോട്ട്. ഓർമ്മിക്കണം, കപ്പലിൻ്റെ വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് നോട്ട്. നാവിഗേഷൻ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് നോട്ടിക്കൽ മൈൽ. ഓർമ്മിക്കണം, നാവിഗേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നോട്ടിക്കൽ മൈൽ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത എത്രയാണ്? ടെസ്ല. ഓർമ്മിക്കണം, കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത എത്രയാണ്? ടെസ്ല. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട്. ഓർമ്മിക്കണം, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട്. ശബ്ദത്തിൻ്റെ ആവൃത്തി ഏതാണ്? ഹെഡ്സ്. ഓർമ്മിക്കണം, ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ്. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ഓർമ്മിക്കണം, ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ബെക്കറൽ. ഓർമ്മിക്കണം, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ബെക്കറൽ. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓം. ഓർമ്മിക്കണം, വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ ഏകകം ഏതാണ്? മില്ലിബാർ. അന്തരീക്ഷമർദ്ദത്തിൻ്റെ ഏകകം ഏതാണ്? മില്ലിബാർ. റേഡിയോ ആക്ടിവിറ്റിയുടെ ഏകകം ഏതാണ്? ക്യൂറി. ഓർമ്മിക്കണം, റേഡിയോ ആക്ടിവിറ്റിയുടെ ഏകകം ഏതാണ്? ക്യൂറി.
മർദ്ദത്തിൻ്റെ ഏകകം ഏതാണ്? ടോർ. ഓർമ്മിക്കണം, മർദ്ദത്തിൻ്റെ ഏകകം ഏതാണ്? ടോർ. കാന്തിക ഫ്ലക്സിൻ്റെ ഏകകം ഏതാണ്? വെബർ. ഓർമ്മിക്കണം, കാന്തിക ഫ്ലക്സിൻ്റെ ഏകകം ഏതാണ്? വെബർ. ക്രൂഡ് ഓയിലിൻ്റെ ഏകകം ഏതാണ്? ബാരൽ. ഓർമ്മിക്കണം, ക്രൂഡ് ഓയിലിൻ്റെ ഏകകം ഏതാണ്? ബാരൽ. വിസ്കോസിറ്റിയുടെ ഏകകം ഏതാണ്? പോയിസ്. ഓർമ്മിക്കണം, വിസ്കോസിറ്റിയുടെ ഏകകം ഏതാണ്? പോയിസ്. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക്ക്. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക്ക്. ഓസോണിൻ്റെ തീവ്രത അളക്കുന്ന ഏതാണ്? ഡോപ്സൺ. ഓർമ്മിക്കണം, ഓസോണിൻ്റെ തീവ്രത അളക്കുന്നത് ഡോപ്സൺ. സ്വർണം രത്നക്കല്ലുകളുടെ യൂണിറ്റ് ഏതാണ്? ക്യാരറ്റ്. സ്വർണം രത്നക്കല്ലുകൾ തിരിയുന്നത് ഏത് ബേസിലാണ്? ക്യാരറ്റ് ബേസ്. ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന നിറമേതാണ്? മജന്ത. ചുവപ്പ് നീലയും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമേതാണ്? മജന്ത. ചുവപ്പും പച്ചയും നേരുമ്പോൾ ലഭിക്കുന്ന ഏതാണ്? മഞ്ഞ. ചുവപ്പും പച്ചയും നേരുമ്പോൾ ലഭിക്കുന്ന നിറമേതാണ്? മഞ്ഞ. നീലയും പച്ചയും ചേരുമ്പോൾ ലഭിക്കുന്നത് സിയാൻ. നീലയും പച്ചയും ചേരുമ്പോൾ ലഭിക്കുന്ന ഏതാണ്? സിയാൻ. ചുവപ്പും സിയാനും ചേരുമ്പോൾ ലഭിക്കുന്നത് വെള്ള. ഓർമ്മിക്കണം, ചുവപ്പും സിയാനും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് വെള്ള. നീലയും മഞ്ഞയും ചേരുമ്പോൾ ലഭിക്കുന്ന ഏതാണ്? വെള്ള. ഓർമ്മിക്കണം, നീലയും മഞ്ഞയും ചേരുമ്പോൾ ലഭിക്കുന്ന ഏതാണ്? വെള്ള. പച്ചയും മജന്തയും ചേരുമ്പോൾ ലഭിക്കുന്ന ഏതാണ്? വെള്ള. ഓർമ്മിക്കണം, പച്ചയും മജന്തയും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമേതാണ്? വെള്ള. നിയോൺ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ഓറഞ്ച്. ഓർമ്മിക്കണം, നിയോൺ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ഓറഞ്ച്. നൈട്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ചുവപ്പ്. ഓർമ്മിക്കണം, നൈട്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ചുവപ്പ്. സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? മഞ്ഞ. ഓർമ്മിക്കണം, സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? മഞ്ഞ. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ധവളപ്രകാശം. ഓർമ്മിക്കണം, മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? ധവളപ്രകാശം. ക്ലോറിൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? പച്ച. ഓർമ്മിക്കണം, ക്ലോറിൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? പച്ച. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? നീല. ഓർമ്മിക്കണം, ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? നീല. ആർഗൺ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? പർപ്പിൾ. ഓർമ്മിക്കണം, ആർഗൺ വേപ്പർ ലാമ്പിൻ്റെ നിറമേതാണ്? പർപ്പിൾ.